അല്ല, എത്രയെത്ര രോഗികളാണ് ഞങ്ങൾ. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ചെറിയൊരു വേദന, ഇപ്പോൾ തുന്നെടുക്കുമ്പം, ഒരു ഓപ്പറേഷൻ ചെയ്ത സ്റ്റിച്ച് എടുക്കുമ്പം വരെ ബദിരീങ്ങളെ മമ്പുറത്തെ തങ്ങളെ എന്നാ പറയാ. പലപ്പോഴും അള്ളാന്ന് പറയുന്നവരെ കേൾക്കാൻ ചാൻസ് കുറവാണ്. എത്ര എത്ര സിമ്പിളായിട്ടാണ് ആളുകൾ എന്നറിയോ, ബദിരീങ്ങളെ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു തുന്നെടുക്കുമ്പോഴുള്ള വേദന അതുപോലും അള്ളാഹു അല്ലാത്തവരിലേക്ക് അല്ലേ മമ്പുറത്തെ തങ്ങളെ എന്ന് വിളിക്കുക. അപ്പൊ എന്താ അങ്ങനെ വിളിക്കുക വെച്ചാൽ ഒക്കെ ഒന്നല്ലേ എന്നാണ്, ഒക്കെ പടച്ചോന്റെ ആൾക്കാരല്ലേ. അങ്ങനെ ദീനായിട്ട് പഠിപ്പിച്ചൊക്കെയാണ്. ഇവിടെ ഈ വിളിക്കുന്ന 99% പാവപ്പെട്ട ജനങ്ങളും അവർ വിശ്വസിക്കുന്നത് അത് ദീനാണ് എന്നാണ്, അത് റസൂല് പഠിപ്പിച്ചതാണെന്നാണ്, അത് തെറ്റില്ല എന്നാണ്, അത് നല്ല കാര്യമാണ് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിക്കുക എന്നുള്ളത്, ആ ഒരു വേദനയിൽ താങ്ങായി എന്താണ് മമ്പുറത്തെ തങ്ങൾ താങ്ങായി വരുമെന്നത്, അവരെ വിളിച്ചാൽ ആശ്വാസം കിട്ടുമെന്നത് അത് ദീനാണ്. അതാണ് റസൂല് പഠിപ്പിച്ചത്. ഓരൊക്കെ നമ്മളെ കൂട്ടരാണ്, ഓരൊക്കെ നമ്മളെ ആൾക്കാരാണ്, ഓരൊക്കെ തന്നെയാണ് നമുക്ക് വിളിച്ചാനുള്ളത്, ഓരൊക്കെ തന്നെ നമ്മളെ സഹായിക്കാനുള്ളത്. അതൊക്കെ തന്നെ അള്ളാന്റെ റസൂലും ഓരോ കൂട്ടക്കാരും എന്നാ പറയാ. എന്ത് കൂട്ടക്കാര് സഹോദരങ്ങളെ? അള്ളാന്റെ റസൂല് എത്ര ജീവിതത്തിൽ എത്ര പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അല്ലേ. അബൂ ത്വാലിബിന്റെ മരണം, ഖദീജ ബീവിയുടെ മരണം, ആലോചിച്ച് ഇതൊക്കെ ഈ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളിലൂടെ കടന്നുപോയ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചനോ? ഇബ്രാഹിം നബിനെ വിളിച്ചനോ? അതിലും വലിയ നബി അല്ലേ ഇബ്രാഹിം നബി അല്ലേ, ഖലീലുള്ളാഹ് എന്ന് പറയണേ, നമ്മൾ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിനെ വിളിച്ചിക്കണോ ജീവിതത്തിൽ എന്തെങ്കിലും? മരിച്ച ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഇത്തഖന്നാർ, നീ നരകത്തെ കാക്കണമെന്നാണ് ഫാത്തിമ റളിയല്ലാഹുവിനോട് പോലും പറഞ്ഞത്. നരകത്തെ കാക്കണം. ഈ വാപ്പാക്ക് നിന്നെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അബൂ ത്വാലിബ് 43 വർഷം, വാപ്പ അബ്ദുള്ള വയറ്റിലുണ്ടാവുമ്പോൾ തന്നെ മരിച്ചു അല്ലേ. പിന്നെ അബ്ദുൽ മുത്തലിബ് ഉമ്മ ആമിന 6ാമത്തെ വയസ്സിൽ മരിക്കാണ്. അബ്ദുൽ മുത്തലിബ് 8ാമത്തെ വയസ്സിൽ മരിക്കാണ്. 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് മരിച്ചത് മുതൽ 50ാമത്തെ വയസ്സിൽ അബൂ ത്വാലിബ് മരിക്കുന്നത് വരെ അബൂ ത്വാലിബാണ് നബിന്റെ ഗാർഡിയൻ. എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നബിക്ക് താങ്ങായി നിന്നത് ആ പിതൃവ്യനായ അബൂ ത്വാലിബാണ്. 42 വർഷം അബൂ ത്വാലിബാണ് നബിക്ക് താങ്ങും തണലുമായത്. ആ അബൂ ത്വാലിബ് മരിക്കാൻ കിടക്കാണ്. അബൂജയിൽ എല്ലാവരും ഉണ്ട് അല്ലേ. എന്താണ് യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയോ പിതൃവ്യ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ്. അള്ളാന്റെ അടുത്ത് ഞാനൊന്ന് പറഞ്ഞു നോക്കാം, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ് എന്ന് പറഞ്ഞപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാന് അബൂ ത്വാലിബ് തയ്യാറായില്ല എന്നാണ്. നബിക്ക് എന്തൊരു വിഷമുണ്ടായി, എന്തൊരു സങ്കടം ഉണ്ടായി. അബൂ ത്വാലിബിനെ മുസ്ലിമാക്കാൻ നബിക്ക് പറ്റിയില്ല. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത എന്ന ഖുർആനാ. നബിക്ക് ഭയങ്കര വിഷമായി. ആയത്തിറക്കി പടച്ചോൻ, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നബിയെ താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകളെ മുസ്ലിമാക്കാൻ ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് കഴിയൂല നബിയെന്ന് അള്ളാഹ് ആയത്തിറക്കി. 42 വർഷം സപ്പോർട്ട് ചെയ്ത് താങ്ങും തണലുമായി നിന്ന അബൂ ത്വാലിബിനെ മുസ്ലിമാക്കാൻ നബിക്ക് സാധിച്ചിട്ടില്ല. സ്വന്തം മകള് ഫാത്തിമയോട് പറയാണ്, നരകത്തെ എന്നെ കാക്കണട്ടോ, വാപ്പാക്ക് എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, സ്വന്തം മകളോട് ആരാ പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ടോ, ആരുടെയെങ്കിലും മുരീദായി എന്നതുകൊണ്ടോ, ഏതെങ്കിലും ത്വരീഖത്തിൽ കൂടി എന്നതുകൊണ്ടോ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല സഹോദരങ്ങളെ. സ്വന്തം കർമ്മങ്ങൾ കൊണ്ട് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ, ഇബ്നു ഹാത്തിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഓരോരുത്തരും എഴുന്നേറ്റ് നിൽക്കുമെന്നാണ്. ഓരോരുത്തരും ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ, ഒരു തർജുമാനില്ലാതെ നാളെ എല്ലാവരും തന്റെ റബ്ബിനോട് സംസാരിക്കുമെന്നാണ്. അപ്പോൾ അവൻ തന്റെ വലതുഭാഗത്തേക്ക് നോക്കും, അവൻ ചെയ്തു വെച്ച കർമ്മങ്ങൾ അവൻ അവിടെ കാണുന്നതാണ്. അപ്പോൾ അവൻ തന്റെ ഇടതുഭാഗത്തേക്ക് നോക്കും, അവിടെ ചെയ്തു വെച്ച കർമ്മങ്ങൾ അവിടെ കാണുമെന്നാണ്. അപ്പോൾ അവൻ മുന്നിലേക്ക് നോക്കുമെന്നാണ്, അപ്പോൾ നരകത്തെ അവൻ അവിടെ കാണുമെന്നാണ്.
നരകത്തെ അവിടെ വെച്ച് നിർത്തിയിട്ട് നബി പറയാണ്, ഇത്തഖുന്നാർ, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ. വലൗ ബിശിക്കി തമ്ര, കാരക്കയുടെ ഒരു ചുള കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ എന്നാണ്. അതുകൊണ്ട് അതിന് രക്ഷപ്പെടാൻ സാധ്യമല്ല. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. നമ്മളെ വാപ്പ നല്ല ആളായി എന്നുള്ളതോ, നമ്മളെ ഏതെങ്കിലും തറവാട്ടിൽ ജനിച്ചു എന്നതോ, ഏതെങ്കിലും ത്വരീക്കത്തിൽ കൂടി എന്നതോ, ഏതെങ്കിലും ഖാജയുടെ മുരീദായി എന്നതുകൊണ്ടോ സാധ്യമല്ല. അബൂത്വാലിബിനെ മുസ്ലിമാക്കാൻ നബിക്ക് സാധിച്ചിട്ടില്ല സഹോദരങ്ങളെ. സ്വന്തം മകൾ ഫാത്തിമയെപ്പോലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്ന ഒരു ജീവിതമാണ്, ചെറിയ ആയുസ്സാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ട്.